പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശുശ്രൂഷ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് 3 മേഖലകളിൽ വർഷങ്ങളായി തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മ അഭിഷേകം നിറയുന്ന വലിയ ഒരു ശുശ്രൂഷയാണ്. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട്, ശ്രദ്ധിക്കണം, ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ അല്ല, ഒന്നിലധികം വർഷങ്ങളായി വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബത്തിലോ ഏതെങ്കിലും തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥിക്കേണ്ട, പങ്കെടുക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. ഏതെങ്കിലും തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. ഇന്ന് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്ന് പറഞ്ഞ പോലെ, വർഷങ്ങളായി അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വത്ത് വിഭജനം നടന്നിട്ടില്ല, വർഷങ്ങളായിട്ട് അത് വല്ലാത്തൊരു ഭാരമാണ്, ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് നീങ്ങണം, ഈ സ്വത്ത് വിഭജനം നടന്നിട്ടില്ല. മണ്ണിനോട് ബന്ധപ്പെട്ട്, സ്ഥലത്തോട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഓൺലൈനിലും അതൊരു തടസ്സമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു മേഖലയാണ് ചില ശാരീരിക രോഗങ്ങൾ. ഒരു ദിവസത്തെ അല്ല, ഒരാഴ്ചത്തെ അല്ല, വർഷങ്ങളായിട്ട് ചില ശാരീരിക രോഗപീഠകൾ ചില വ്യക്തികളും ചില മേഖലകളിലും അനുഭവപ്പെടുന്നു. നമ്മൾ ഇന്ന് ആ മേഖലകളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ ഒരു മേഖല, വർഷങ്ങളായിട്ട് ചില ശാപപീഠകൾ, ചില ബന്ധനങ്ങൾ ചില വ്യക്തികളും കുടുംബങ്ങളും അനുഭവിക്കുന്നു. അത് ചിലപ്പോൾ ചില ദുശീലങ്ങളായിരിക്കും. ചില ദുശീലങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വർഷങ്ങളായിട്ട് ചില ദുശീലങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യപാനം. ഒരു ദിവസത്തെ മദ്യപാനമല്ല, ഒരാഴ്ചത്തെയല്ല, ഒരു മാസത്തെയല്ല, വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ചില തകർച്ചകളുടെ മേഖലകൾ. ഈ സമയത്ത് ഇപ്രകാരമുള്ള ഈ തടസ്സങ്ങളെ, വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങളുടെ മേഖലകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന സമയമാണ്. ആയതിനാൽ എല്ലാവരും നിവർന്നിരുന്നേ. സിറ്റ് സ്ട്രൈറ്റ്. വെരി ഗുഡ്. അപ്പം നമ്മൾ നന്നായിട്ട് വചനമൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ ഈ വിഷയങ്ങൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ 3 മേഖലകളെയും ചില വർഷങ്ങളുടെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒന്നാമത്തെ മേഖലയെ നമ്മൾ പരിചയപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം തിരുവചനം. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 25. വളരെ പരിചിതമായ തിരുവചനമാണ്. പക്ഷെ ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്താണ്? വർഷങ്ങളായിട്ട് നമുക്കുള്ള ചില തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഈ വചനം ഒന്ന് വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം തിരുവചനം വായിക്കാം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനം കേട്ടല്ലോ. എത്ര വർഷമായി? ഒച്ചത്തിൽ പറ. 12 വർഷമായി. നമ്മളിപ്പോൾ വചനം വായിച്ചല്ലോ, 25-ാം തിരുവചനമാണ്. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മർക്കോസ് സുവിശേഷകൻ എഴുതിയിരിക്കുകയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഒച്ചത്തിൽ പറയൂ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോൾ വായിക്കുകയാണ്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്തു മനസ്സിലാവണം? എന്തു മനസ്സിലാവണം? പറഞ്ഞേ, എന്തു മനസ്സിലാവണം? ഇപ്പൊ ഇത് വായിക്കുവാണ്. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത്? എന്താ വരേണ്ടത്? 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു, അതിനിപ്പോ ഞാൻ എന്നാ വേണം? ആണോ?
അല്ലെന്ന്. പിന്നെ എന്താ നമ്മൾ ചിന്തിക്കേണ്ടേ? പറ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് ശരി, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയാണോ? അല്ല. പിന്നെ എന്താ ചിന്തിക്കേണ്ടേ? 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്ന് എഴുതിയത് വായിക്കുമ്പോൾ നീ ഓർത്തോണം, വായിക്കുന്ന നീയും കേൾക്കുന്ന ഓരോരുത്തൻ്റെയും ഉള്ളിലും ഇതേ അവസ്ഥയുണ്ട്. യെസ് ഓർ നോ? യെസ്. ഇത് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ 12 12-ലധികമോ ഒരുപക്ഷെ അനേക വർഷങ്ങളായിട്ട് ചില രോഗങ്ങൾ, ചില പീഡകൾ ഉണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 1 വർഷത്തിലധികമായിട്ടുള്ള ചില തടസ്സങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് അത്രമേൽ ശ്രദ്ധ നിങ്ങളുടേത് വേണം. ഈ സ്ത്രീയെക്കുറിച്ച് വചനം പറയുന്നു, 12 വർഷങ്ങളായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിസാരപ്പെട്ട രോഗമല്ല രക്തസ്രാവം. ശരീരത്തിലെ രക്തം വാർന്നു പോകുന്നു. ഈ സ്ത്രീയുടെ അവസ്ഥ എന്താ? ജീവിതത്തിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ. ഇത് വായിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ എൻ്റെ പ്രതീകമാണ് ആര്? ഈ സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രതീകമാണ് ഈ സ്ത്രീ. കാരണം എന്നറിയോ? നമുക്കൊരു രോഗമൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ചികിത്സകളൊക്കെ തുടങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനി ഇത് രക്ഷപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്തു വരും? നിരാശ. ഇനി ഞാൻ രക്ഷപ്പെടിയല്ല, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, ഇനി എന്നാ ജീവിതം, ഇനി എന്തൊരു ജീവിതം, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല. നമ്മുടെ തലയ്ക്കകത്തേക്ക് അറിയാതെ നിരാശ കയറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ധ്യാനത്തിന് ഒരു പെൺകുട്ടിയും കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ വന്നിരുന്നു. നല്ല മിടുക്കിയാണ്, നല്ല ചിരിയാണ് ഈ പെൺകുട്ടിയുടേത്. 23 വയസ്സ് കഴിഞ്ഞു. ഈ പെൺകുട്ടിയുടെ ഒരു പ്രത്യേകത, ഇവളുടെ ശരീരത്തിൽ അനേകം മുറിവുകളുണ്ട്. ഈ മുറിവുകൾ ഉണങ്ങത്തില്ല. ഇവളുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്, ശരീരത്തിൽ മുറിവുകളുണ്ട്, ഈ മുറിവുകൾ ഉണങ്ങത്തില്ല. ധ്യാനത്തിന് വരുന്ന അവസരത്തിൽ ഇവളുടെ ശരീരത്തിൽ 16-ലധികം സ്ഥലത്ത് ബാൻഡേജ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. 16-ലധികം സ്ഥലത്ത്. ഒരെണ്ണം 5 വർഷം കഴിഞ്ഞു, ഒരു വർഷം 7 വർഷം കഴിഞ്ഞു. എന്നോട് എണ്ണി പറയുക, അച്ഛാ ദേ ഇങ്ങോട്ട് നോക്കിക്കേ, 16-ലധികം സ്ഥലങ്ങളിൽ ശരീരത്തിൽ ബാൻഡേജ് ഇട്ട് കെട്ടിയിട്ട് വന്നിരിക്കുക. വർഷങ്ങളായിട്ട് ഇവൾ ഈ ധ്യാനത്തിന് വരാൻ കാരണം ഇവളുടെ ഉള്ളിൽ നാളുകളായിട്ടുണ്ടായിരുന്ന ഒരു നിരാശ എന്ന് പറയുന്ന ഒരു ദുർബോധം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു ദുർബോധം. കഴിഞ്ഞ നാളിൽ ഒരു പ്രാർത്ഥനാ അവസരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവളിൽ നിന്ന് ആ നിരാശ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ വലിയ പ്രത്യാശ കടന്നു വന്നു. പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിക്കണം. അങ്ങനെയാണ് ആ ധ്യാനത്തിന് വന്നത്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേ അടുത്ത വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. 26-ാം തിരുവചനം. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ഇതാണ് വചനം. എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? പല വൈദ്യന്മാരുടെ അടുത്ത് പോയി പലതരത്തിലുള്ള ചികിത്സകൾ. എന്ന് പറഞ്ഞാൽ ഇനി അവൾ പോകാൻ ആശുപത്രികളൊന്നുമില്ല. പോകാവുന്ന എല്ലാ ആശുപത്രികളിലും പോയി. ഇവിടെ ഇരിക്കുന്ന ചിലരുണ്ട് അല്ലേ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ചിലർ പറയത്തില്ലേ, എൻ്റെ അച്ഛാ ഇനി ഏത് ആശുപത്രി പോകാനാ? പോകാവുന്ന എല്ലാ ആശുപത്രികളിലും പോയി. കാണാവുന്ന നാട്ടുവൈദ്യന്മാരുടെ അടുത്തിൽ അല്ലേ, ആയുർവേദ ചികിത്സ, ഹോമിയോ ചികിത്സ, ഇംഗ്ലീഷ് മരുന്ന്. ഇനി ആരുടെ അടുക്കെ പോണം, എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തമില്ലാത്തൊരവസ്ഥ. ഇത് വായിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് ആരുടെ കാര്യം എഴുതിയിരിക്കുന്നത്? പറ, ഇത് ആരുടെ കാര്യം എഴുതിയിരിക്കുന്നത്? ചേട്ടാ, ആരുടെ കാര്യം എഴുതിയിരിക്കുന്നത്? ഇത് വായിക്കുന്ന കേൾക്കുന്ന എന്റെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആശുപത്രികൾ മുഴുവൻ കയറിയിറങ്ങിയെന്ന്. എന്നിട്ട് വചനം എന്തെല്ലാം എഴുതിയിരിക്കുന്നത്? തൻ്റെ കൈവശമുള്ളതെല്ലാം ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ പൈസ മുഴുവൻ തീർന്നു.
ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാവുന്നത് എടുത്തു, നാട്ടുകാരിൽ നിന്ന് വാങ്ങാവുന്നതൊക്കെ വാങ്ങി, കിട്ടാവുന്ന സഹായം മുഴുവൻ മേടിച്ചു, ഇതെല്ലാം ചെലവഴിച്ചു. പക്ഷേ മെച്ചമില്ല. ബൈബിളിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകണം. അവളുടെ ബുദ്ധി കൊണ്ട് അവൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അവളുടെ ബുദ്ധി കൊണ്ട് അവളുടെ നാട്ടു നടപ്പനുസരിച്ച്, പൊതുജനത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ കുടുംബത്തിലും അങ്ങനെയുണ്ട്. ചില വ്യക്തികളുടെ അവസ്ഥയും അങ്ങനെയാണ്. ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇനി എന്നതാ ചെയ്യണ്ടേ? ഒരു പിടുത്തമില്ല. എന്താ ചെയ്യണ്ടേ? ഇനി ഒരു മാർഗമില്ല, അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിന്റെ തലയ്ക്കകത്തുള്ള ബുദ്ധിയല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുമെന്ന് ഇന്ന് ഈ 12 വർഷം രോഗപീഡയായ ഈ സ്ത്രീയുടെ ഒരു അനുഭവത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ ഓരോ വ്യക്തിയും വിശ്വസിച്ചു കൊള്ളണം, ഇതെന്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും സംഭവിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ഈ 12 വർഷം എന്നൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കണം, ആദ്യം പറഞ്ഞ കാര്യം, നമ്മുടെ തലയ്ക്കകത്തേക്ക് എന്ത് കയറി വരും? നിരാശ. ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇനി ഒന്നും ഇല്ലെന്ന്, അത് പോയി, രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും തീർന്നു, ഇനി ഞാൻ ഇങ്ങനെ സഹിച്ച് ജീവിച്ചോണം, ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചോണം. തലയ്ക്കകത്തേക്ക് വല്ലാത്തൊരു മരവിപ്പ്. സ്വാഭാവികമായിട്ട് നിരാശ കയറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രാർത്ഥന കുറയും, പള്ളിയിൽ പോക്ക് കുറയും. എന്തിനാ പ്രാർത്ഥിക്കണേ? എന്തിനാ ജപമാല ചെല്ലുന്നേ? എന്തിനാ ബൈബിള് വായിക്കുന്നേ? അല്ലേ? എന്തിനാ ഈ പോട്ടയ്ക്ക് പോണത്? ഇതൊക്കെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയും നാളും പോയിട്ട് എന്ത് കിട്ടി? വീട്ടിലെ അവസ്ഥ ഇങ്ങനെയല്ലേ? വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ? നമ്മളോട് നമ്മുടെ തലയ്ക്കകത്തിരുന്നുകൊണ്ട് പിശാച് പറയും, ചുറ്റുവട്ടത്തുള്ളവരും പറയും. ഇതാ 12 വർഷമായി രക്തസ്രാവമുള്ള ഈ സ്ത്രീ ഒരു കാര്യം നിന്നെ പഠിപ്പിക്കുവാണ്. നിന്റെ ജീവിതത്തിൽ എത്ര വർഷം പഴക്കമുള്ള സംഭവങ്ങളാണെങ്കിലും, എത്ര വർഷം പഴക്കമുള്ള രോഗപീഠകളാണെങ്കിലും നിനക്ക് ഉത്തരമുണ്ട്, നിനക്ക് സൗഖ്യമുണ്ട്. ആരിലൂടെ? യേശുവിലൂടെ നിനക്ക് സൗഖ്യമുണ്ട്. അടുത്ത വചനം ഒന്ന് വായിച്ചേ. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. എന്ത് വിചാരിച്ചിരുന്നു? ഞാൻ യേശുവിന്റെ വസ്ത്രവെളുമ്പിൽ പോയി തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. എവിടെയാ വിചാരിച്ചിരുന്നത്? ഉള്ളിൽ വിശ്വസിച്ചിരുന്നു, വിചാരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇവൾ ആവർത്തിച്ച് ഈ സ്ത്രീ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് ഈ ഭൂമിയിൽ ആശുപത്രികൾ മുഴുവൻ കയറിയിറങ്ങി രക്ഷയില്ല, കയ്യിലുള്ള പണമെല്ലാം തീർന്നു രക്ഷയില്ല, ഇനി എനിക്ക് രക്ഷ യേശുവിലൂടെ മാത്രം. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ഇവൾ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. വചനം പഠിപ്പിക്കുന്നു, അങ്ങനെ ഏറ്റു പറഞ്ഞത് കൊണ്ടാണ് അവൾക്ക് സൗഖ്യം കർത്താവ് കൊടുത്തത്. വിശ്വസിച്ച അവൾക്ക് വർഷങ്ങളുടെ പഴക്കമുള്ള രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടി. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നന്നായിട്ട് അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകൾ അടച്ചേ. 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ നിന്റെ മുമ്പിൽ നിന്നെ പഠിപ്പിക്കുന്ന കാര്യം, വർഷങ്ങളുടെ പഴക്കങ്ങളുള്ള രോഗങ്ങളുള്ളവരുണ്ട്. ഇതാ നീ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുമ്പോൾ കാലങ്ങളായിട്ട് നിന്റെ കുടുംബത്തിലുള്ള, നിന്റെ വ്യക്തി ജീവിതത്തിലുള്ള രോഗപീഠകളെ യേശു ഇതാ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഒരുപക്ഷെ കിടപ്പ് രോഗികളുണ്ടാവും. വർഷങ്ങളായിട്ടുള്ള രോഗപീഠകളാൽ നിരാശപ്പെട്ട് കിടപ്പ് രോഗികളുണ്ടാവും.
കരങ്ങൾ ഉയർത്തുമ്പോൾ നീ വിശ്വസിക്കണം, ദൈവമേ, ഈ ഉയർത്തിയ കൈകളിൽ എൻ്റെ കുടുംബത്തിലെ കിടപ്പ് രോഗികളുണ്ട്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ കരങ്ങൾ ഉയർത്തി വിളിക്കാൻ പോവാം. നമ്മൾ വലിയൊരു ശുശ്രൂഷയില്ല. വർഷങ്ങൾ പഴക്കങ്ങളുള്ള രോഗപീഠകൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിൽ പലർക്കും ഉണ്ടാവും. ചില പാരമ്പര്യ രോഗങ്ങൾ കടന്നു വന്നിട്ടുള്ളവരുണ്ടാവും. ഇനി രക്ഷയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു. ആ മേഖലകളെ സമർപ്പിച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അത്ഭുത ശക്തി, ദൈവശക്തി ഇതാ ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. കാലങ്ങളായിട്ടുള്ള രോഗപീഠകളെ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, ഓ ദൈവമേ, യേശുവിന്റെ ശക്തി, അത്ഭുത ശക്തി ദൈവജനത്തിലേക്ക് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ ദൈവത്തിന്റെ ശക്തി, അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്നു, ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള രോഗിക്ക് സൗഖ്യം നൽകിയ കർത്താവ് വർഷങ്ങളുടെ പഴക്കങ്ങളുള്ള രോഗപീഠകളിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് സൗഖ്യം നൽകി വിശുദ്ധീകരിക്കുന്നു. കർത്താവ് എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. വിശ്വസിക്കണം. രക്തസ്രാവക്കാരി സ്ത്രീ ഉള്ളിൽ വിശ്വസിച്ചിരുന്നു, കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തുന്നു. ആ വലിയ വിശ്വാസത്തിൽ ആ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. ഇത് നിന്നിൽ സംഭവിക്കട്ടെ, ഇത് നിന്നിൽ സംഭവിക്കട്ടെ, ഇത് നിന്നിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ പ്രത്യേകമായിട്ട് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചിലരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് ചില ആളുകൾ, ചില മേഖലകൾ ഈ ആലയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. എന്നാൽ അവർ വന്നിട്ടില്ല. ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഓൺലൈനൊക്കെ ഉള്ളവരും ശ്രദ്ധയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാതെ ഒരു പക്ഷെ പള്ളി പോവില്ല, പ്രാർത്ഥിക്കത്തില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ലാതെ കഴിയുന്നവരാവും. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, അവരിൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിച്ചു കൊള്ളണം. ഇന്ന് നമ്മൾ പഠിച്ചതും പ്രാർത്ഥിച്ചതുമായ മേഖലകൾക്ക് മേൽ യേശു നൽകുന്ന വലിയ സൗജന്യ രക്ഷയാണ്, സൗഖ്യമാണ്, വിടുതലാണ്. സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന, ആരാധന യേശുവേ, ആരാധന. ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.